ഹലോ, ഖത്തറിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഡേ ടു ഡേ സെന്റർ ആണ് കേട്ടോ ഇത്. UAE 25-ലധികം സ്റ്റോറുകളുള്ള ഏറ്റവും അധികം ആളുകൾ ഷോപ്പിങ്ങിന് എത്തുന്ന ഡേ ടു ഡേ സെന്ററിന്റെ ഖത്തറിലെ ആദ്യത്തെ ബ്രാഞ്ചാണിത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഡേ ടു ഡേ സെന്ററിലെ ഷോപ്പിംഗ് വിശേഷങ്ങളാണ്. അപ്പൊ J4 ജേനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി ഞങ്ങൾ ഈവനിങ് ടൈമിലാട്ടോ ഷോപ്പിങ്ങിന് പോവാറ്. പക്ഷെ ആ സമയത്ത് ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അപ്പൊ അത് കാരണം നമുക്ക് നല്ല രീതിയിൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരത്തെ ഷോപ്പിങ്ങിന് പോവാന്ന്. അപ്പൊ രാവിലെ തന്നെ ജോക്കുനും മാൾട്ടിനും ക്ലാസ്സിൽ പറഞ്ഞയച്ചിട്ട് ഞാനും സ്വത്ത് മാത്രമാണ് ഷോപ്പിങ്ങിന് വന്നത്. എന്തായാലും ഞങ്ങളുടെ ആ ഡിസിഷൻ എന്തായാലും തെറ്റിയില്ല കേട്ടോ. ഉച്ചയ്ക്ക് മുന്നേ ഞങ്ങൾ ഡേ ടു ഡേ സെന്ററിൽ എത്തി. അത് കാരണം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റി. ദുബായിലായിരുന്ന സമയത്ത് അവിടുത്തെ ഡേ ടു ഡേ സെന്റർ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഖത്തറിൽ അവരുടെ ബ്രാഞ്ച് ഓപ്പൺ ആയപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമുക്കുണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമായിട്ട് 2 നിലകളാണ് കേട്ടോ ഈ ഡേ ടു ഡേ സെന്ററിനുള്ളത്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ലേഡീസ് ബാഗ്സ്, വാലറ്റ്സ്, ട്രോളി ബാഗ്സ്, ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, ലേഡീസ് വെയർ, അതുപോലെ തന്നെ ഫുഡ് വെയേഴ്സിലായാലും ലേഡീസിന്റെയും ജെന്റ്സിന്റെയും കിഡ്സിന്റെയും ഒക്കെ സെപ്പറേറ്റ് കളക്ഷൻസ്, സ്റ്റേഷനറി ഐറ്റംസ്, ടോയ്സ് തുടങ്ങിയ ഐറ്റംസ് ആണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഓരോ ഐറ്റംസിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത, വിശാലമായ ഏരിയയിലാണ് അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ഓരോ ഐറ്റംസ് എടുത്ത് നോക്കാനും അതുപോലെ തന്നെ സെലക്ട് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും എനിക്ക് തോന്നി. ഖത്തറിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാവരും നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. കുറെ പേരൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നാട്ടിൽ പോകുന്നവർക്ക്, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഈ ഡേ ടു ഡേ സെന്റർ. നിങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 1 റിയാൽ മുതലുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. നാട്ടിലേക്കായാലും ഖത്തറിലായാലും ബൾക്കായിട്ട് ഐറ്റംസ് വാങ്ങേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യുന്നവർക്കുള്ള മറ്റൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ, ഓരോ 100 റിയാൽ ഷോപ്പിങ്ങിനും അവർ നമുക്ക് കൂപ്പൺ തരും. ആ കൂപ്പണിൽ നിന്ന് നറുക്കെടുക്കുന്ന 2 പേർക്ക് ജെറ്റോർ കാറുകളാട്ടോ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വന്നിട്ട് അത്യാവശ്യ സമയമായിട്ടോ, എന്നിട്ട് നമുക്ക് ഒറ്റ റൗണ്ട് പോലും ഫസ്റ്റ് ഫ്ലോർ കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം ഏരിയ ഉണ്ട്, അതുപോലെ ഐറ്റംസും ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ഐറ്റംസ് നല്ല രീതിയിൽ നോക്കി ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് മാത്രം സമയം എടുക്കും കേട്ടോ. പിന്നെ എൻ്റെ സ്വത്തിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് കിട്ടാൻ വേണ്ടി എത്ര തവണ വേണമെങ്കിലും ഷോപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. പിന്നെ ഒന്നും മേടിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണാം, ഇതിൻ്റെയൊക്കെ റേറ്റ് നോക്കുക, അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ നോക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് അതിൽ വലിയ മടുപ്പൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇവിടേക്ക് വരാം കേട്ടോ. കാരണം അത്രമാത്രം കളക്ഷൻസും അതിന് മാത്രം ഏരിയയിൽ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്നും മേടിക്കില്ല എന്ന് വിചാരിച്ചാലും കാണുമ്പോൾ നമ്മൾ അറിയാതെ വാങ്ങാനുള്ള ഒരു ടെൻഡൻസി എന്തായാലും ഉണ്ടാവും കേട്ടോ. കാരണം ഞങ്ങൾ ഇവിടെ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് മാത്രം വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഓരോ ഐറ്റംസ് കണ്ടപ്പോൾ നമ്മൾ അറിയാതെ കുറേയൊക്കെ എടുത്തു പോയിട്ടോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ വന്ന സമയം നല്ലൊരു സമയമായിരുന്നു. രാവിലെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒട്ടും തിരക്കില്ലാതെ ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റി. അപ്പം നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് എല്ലാ ഐറ്റംസും കാണാനും എല്ലാ ഏരിയയും കവർ ചെയ്യാനൊക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. അപ്പം ഇതൊക്കെ കിഡ്സ് വെയർ കളക്ഷൻസ് ആണ്. എന്താ പറയുക, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പെൺകൊച്ചുങ്ങൾക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മൾ എടുത്തു. അത്രയും ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് ആണ്. അപ്പം ഞങ്ങളും അങ്ങനെ കുറേയൊക്കെ എടുത്തിട്ട് മോൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ജോക്കുന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴത്തെ കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ, അവന് ഡ്രസ്സ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറെ നടന്നിട്ടാണ് നമുക്ക് കിട്ടാറ്. ചിലപ്പോൾ സൈസ് കൊണ്ടോ അല്ലെങ്കിൽ കളർ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അവന് പെട്ടെന്ന് ഡ്രസ്സ് സെറ്റ് ആവാറില്ല. പക്ഷെ അവനുള്ള ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടിയിട്ടോ. അപ്പൊ അത് കാരണം ഭയങ്കര സന്തോഷമായി. പിന്നെ ഇത് ലേഡീസ് വെയർ സെക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന്. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഏരിയ ഒക്കെ കവർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെ ഷോപ്പിംഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറേ സമയം ഇവിടെ വന്നിട്ട് വിചാരിച്ചതിലധികം സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അത് കാരണം നല്ല പോലെ വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്പിംഗ് ചെയ്യാന്ന്. കാരണം ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലും കൂടി ഷോപ്പിംഗ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം പിന്നെയും വൈകും. പിന്നെ വിശന്നിരുന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള കോൺസെൻട്രേഷനോ വലിയ ഇൻട്രസ്റ്റോ എനർജിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ആദ്യം വിശപ്പ് മാറ്റിയിട്ട് നമ്മുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എടുത്ത സാധനങ്ങളും കൊണ്ട് ട്രോളി ആയിട്ട് താഴേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ട്രോളി എസ്കലേറ്റർ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് കേട്ടോ.
ഖത്തറിൽ ആദ്യമായിട്ട് ഈ ഡേ ടു ഡേ സെന്ററിലാണ് കേട്ടോ ട്രോളി എസ്കലേറ്റർ എന്ന് പറഞ്ഞ സംവിധാനം വരുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് ട്രോളി എസ്കലേറ്റർ. നമ്മൾ താഴേക്കും മുകളിലേക്കും എസ്കലേറ്ററിൽ പോകുന്ന പോലെ തന്നെ നമ്മൾ ഷോപ്പ് ചെയ്ത സാധനങ്ങൾ വെച്ച ട്രോളി ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാനും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് എടുത്ത സാധനങ്ങളുമായിട്ടുള്ള ട്രോളിയും ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാനും ഉള്ള സംവിധാനമാണ് കേട്ടോ ഈ കാണുന്നത്. സാധാരണ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എസ്കലേറ്ററിൽ നമ്മുടെ കൂടെ ട്രോളി നമുക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ ട്രോളി എസ്കലേറ്ററിൽ അലൗഡ് അല്ല, നമുക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ് ഇവിടെ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ എസ്കലേറ്ററിൽ വന്ന പോലെ തന്നെ ട്രോളി എസ്കലേറ്ററിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. ഇനി ഫുഡ് കഴിച്ച് വന്നിട്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ഷോപ്പിംഗ് കാണാം. അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് നമ്മൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോർ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഡെക്കോർ ഐറ്റംസ്, കിച്ചൺ വെയേഴ്സ്, ബീവറേജസ്, പെറ്റ് ഫുഡ്സ്, പേഴ്സണൽ കെയർ ഐറ്റംസ്, ചോക്ലേറ്റ്സ്, സ്നാക്സ്, ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ്, സ്റ്റോറേജ് ഐറ്റംസ്, പിന്നെ കുട്ടികൾക്കും വലിയവർക്കും ഉള്ള ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്സ്, ചെയിൻ, ബാംഗിൾസ്, ഇയറിങ്സ്, അതുപോലെ തന്നെ കിഡ്സ് ഫാൻസി ബാഗ്സ് തുടങ്ങിയ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിലേക്കുള്ള ഡെക്കോർ ഐറ്റംസിന്റെ, സ്റ്റോറേജ് ഐറ്റംസിന്റെ ഒരുപാട് ഭംഗിയുള്ളത്, വെറൈറ്റി ഉള്ളതായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ കണ്ടു കേട്ടോ. നല്ല രീതിയിൽ സമയമെടുത്ത് ഷോപ്പിംഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഷോപ്പിംഗ് ചെയ്യാനുള്ള അത്ര ഏരിയയും ഐറ്റംസും കളക്ഷൻസും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വിചാരിച്ചതിലധികം സമയം സ്പെൻഡ് ചെയ്ത കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾക്ക് അത്രയും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ജോക്കും മാൾട്ടും ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് നമ്മളതേ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം വരാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാനും സുധ രണ്ട് വഴിക്ക് പോയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറെ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് വരുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചതിലധികം സാധനങ്ങൾ നമ്മൾ ഇന്നത്തെ ഷോപ്പിങ്ങിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചതിലധികം സമയവും നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഡേ ടു ഡേ സെന്ററിന്റെ വർക്കിംഗ് ടൈം 9 AM to 12 AM ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഷോപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്കും കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളതേ കൂപ്പൺ ഒക്കെ ഫില്ല് ചെയ്ത് ആ ബോക്സിലാണ് ഇടേണ്ടത്. അപ്പൊ ഈ ബോക്സിലെ കൂപ്പണുകളിൽ നിന്ന് നറുക്കെടുക്കുന്ന 2 പേർക്ക് ഈ കാണുന്ന 2 ജെക്യൂർ കാറുകളാണ് കേട്ടോ സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡേ ടു ഡേ സെന്ററിന്റെ ലൊക്കേഷൻ വരുന്നത് എയർപോർട്ട് സ്ട്രീറ്റ് റോഡിലാണ്. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി അറിയിക്കാനും മറക്കരുത്. പിന്നെ ഡേ ടു ഡേ സെന്ററിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. പോവാത്തവരാണെങ്കിൽ വേഗം തന്നെ പോയിട്ട് നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.